ഹായ്, വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു സീരീസ് ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് സീരീസാണ്. കാരണം മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ മെയിൻസിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ ഉള്ളൊരു ടൈമാണ്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച ഒരു പോയിന്റ് തന്നെയാണ് സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത് കഴിഞ്ഞ് മെയിൻസ് എഴുതി കിടക്കുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് നമുക്ക് തന്നെ തോന്നും. ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് കഴിയുമ്പോൾ അടുത്ത കടമ്പയാണ് സോ ഹൗ ആർ യു ഗോയിങ് ടു ഫെയർ ഇൻ ദിസ് ഇന്റർവ്യൂ. നിങ്ങൾക്കറിയാം ഇന്റർവ്യൂവിൻ്റെ മാർക്ക് അത്ര വലിയ ഘടകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 275 ഒരു 190 200 ഒരു 180 200 ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻസിൻ്റെ മാർക്ക് തന്നെയാണ് നമ്മുടെ റിസൾട്ട് നിർണ്ണയിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇന്റർവ്യൂസ് സീൻ ആസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇന്റർവ്യൂ മെൻറ്റർഷിപ്പ് സീരീസിലെല്ലാം ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി എനിക്ക് പറയാൻ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ളതിലും നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ളതിലൊക്കെ വെച്ചിട്ട് ഐ ഷെയർ ഫ്യൂ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാം. അത് ഓരോന്നും ഓരോ എപ്പിസോഡായിട്ട് തന്നെ ഷെയർ ചെയ്യാം. സോ മൊത്തത്തിൽ നമ്മൾ UPSC ഇന്റർവ്യൂവിനെ കുറിച്ച് പോകുമ്പോൾ വി ഷുഡ് ഹാവ് എ ക്ലാരിറ്റി. കാരണം നമുക്കിതിനെ എങ്ങനെ തിരിക്കാൻ പറ്റും? നമ്മുടെ സീരീസിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനറ്റ്ലി ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, ബോർഡിന്റെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. റൈറ്റ് ഫ്രം ദ ഡ്രസ്, നമ്മുടെ ഇരിക്കുന്ന രീതി, നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ കൈ പോകുന്ന രീതി, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഐ മൂവ്മെന്റ്, ഐ കോൺടാക്ട്, ഇതൊക്കെ വളരെ മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിൽ പോലും UPSC പോലത്തെ ഒരു ഏറ്റവും വലിയൊരു ഇന്റർവ്യൂവിൽ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് വി ഷുഡ് ഡിസ്കസ്, ബോഡി ലാംഗ്വേജ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് ദ കോർ സ്കിൽ. അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഡിസ്കഷൻ നമുക്ക് ചെയ്യാനുണ്ട്. ഈ കോർ സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജും കോർ സ്കില്ലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ഇന്റർവ്യൂ ആണെങ്കിലും ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരമാകാൻ പോകുന്നത്. കോർ സ്കിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ മെന്റൽ അലേർട്ട്നെസ്, നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ്, ആൻഡ് എന്താണ് നമ്മുടെ അപ്രോച്ച്, നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കോൾഡ്, നമ്മൾ ശരിക്കും ഹൗ ഡു യു ടാക്കിൾ എന്ന് വിളിക്കാം. നമുക്ക് വേണമെങ്കിൽ ടാക്കിളബിലിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ടാക്കിൾ. ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടേ എന്നുള്ളതിലല്ല, നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊരു കോർ സ്കില്ലാണ്. ആൻഡ് മൊത്തത്തിൽ നമ്മുടെ അപ്രോച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ എത്രത്തോളം നമ്മളൊരു പ്രോബ്ലം സോൾവറാണ്. ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ എത്ര സിമ്പിളായിട്ട് നമ്മൾ അതിലേക്കൊരു ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് കോർ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോഡി ലാംഗ്വേജും കോർ സ്കിൽസും ഉണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഞാൻ ഇതിൽ തിരിക്കുന്ന ഈ സീരീസിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ഇറ്റ്സ് യുവർ സബ്ജക്ട്. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പ്രിലിംസും മെയിൻസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് വളരെ കോർ സബ്ജക്ട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സബ്ജക്ട് ഇൻ ദ സെൻസ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട്, നമ്മുടെ ഗ്രാജുവേഷൻ്റെ സബ്ജക്ട്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഉദാഹരണം നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ സോഷ്യോളജി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ചോദ്യമല്ലേ. സോ നിങ്ങളുടെ കണ്ടന്റ് ഇൻ ദ സെൻസ് നമ്മുടെ സബ്ജക്ട്, നമ്മളായിട്ട് ബന്ധപ്പെട്ട സബ്ജക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് ഇസ് കറണ്ട് അഫയേഴ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണോ വേൾഡിനെ അറിയുന്നത് അല്ലെങ്കിൽ ലോകത്തിനെ അറിയുന്നത്, അതിൻ്റെ കറണ്ട് അഫയേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം നമ്മുടെ ഡാഫ്. സോ കണ്ടന്റിൽ കറണ്ട് അഫയേഴ്സ്, സബ്ജക്ട് ആൻഡ് ഡാഫ്. നമ്മുടെ ഡാഫിൽ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഡെഫിനറ്റ്ലി സിവിൽ സർവീസിന് മുമ്പ് നിങ്ങളൊരു ഫോം ഫിൽ ചെയ്യും. ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇതിനെ ബേസ് ചെയ്താണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് കണ്ടന്റ്. സോ ബോഡി ലാംഗ്വേജ്, കോർ സ്കിൽസ്, കണ്ടന്റ്. അടുത്തത് ഡാഫ് മാപ്പിംഗ് ആണ്. നമ്മുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് ജാതകം പോലെയാണ്. അത് അവരുടെ അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇതിൽ നമ്മുടെ സ്കൂളിംഗ് തൊട്ട് നമ്മൾ പഠിച്ച സ്ഥലം, ജനിച്ച സ്ഥലം, പഠിച്ച സ്കൂളുകൾ, കോളേജുകൾ, പഠിച്ച സബ്ജക്റ്റുകൾ, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ ഹോബി, നമ്മുടെ സിവിൽ സർവീസിന്റെ പ്രിഫറൻസ്, IAS IPS ആണോ പ്രിഫറൻസ്, അതേപോലെ തന്നെ കാഡർ അലോക്കേഷൻ, നമുക്ക് ഏതൊക്കെ കാഡേഴ്സ് ആണ് വേണ്ടത്, ഇങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ എഴുതുന്നതിൽ പോലും നമ്മൾ അത്ര ക്ലാരിറ്റിയോടെ വേണം നമ്മളിത് അപ്രോച്ച് ചെയ്യാൻ. എന്തെങ്കിലും എഴുതി വെക്കരുത്, വളരെ കൃത്യമായിട്ട് വേണം നമ്മൾ ഡാഫ് എഴുതാൻ. സോ ഡാഫ് മാപ്പിംഗ്, ഡാഫ് എന്ന് എന്തും ചോദിക്കാം. ഡാഫ് മാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അവസാനത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് എ മൈ സർക്കിൾ. എന്താണ് ഈ മൈ സർക്കിൾ? ഞാനും എൻ്റെ ജീവിതവും എന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും, ഇതുവരെ ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, ഞാൻ വർക്ക് ചെയ്ത സ്ഥലം, ഞാൻ ജോലി ചെയ്ത സ്ഥലം, എൻ്റെ ഇൻട്രസ്റ്റുകൾ, ഇതിനകത്ത് നമ്മളെക്കുറിച്ച് തന്നെ ഒരു മൈ സർക്കിളിനെ കുറിച്ച് നല്ല ബോധവാനായിരിക്കണം. സോ നമ്മൾ ഇന്റർവ്യൂ മെന്റർഷിപ്പ് സീരീസിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജ്, നമ്മുടെ കോർ സ്കിൽസ് ഉണ്ടെങ്കിൽ എന്ത് വേണോ നമുക്ക് ചെയ്യാം. പിന്നെ കണ്ടന്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കണ്ടന്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡാഫ് മാപ്പിംഗ്,
അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മൈ സർക്കിൾ. ഇത്രയും കാര്യങ്ങളിലാണ് ഈ ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് സീരീസ് ഞാൻ കംപ്ലീറ്റ്ലി ക്ലാസ്സുകളായിട്ടും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. ഇനി ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്ന രീതിയിൽ എത്ര പേർക്ക്, നിങ്ങൾ ഈ കാണുന്ന എത്ര പേർക്ക് ഇനി അടുത്തതിൽ നമുക്ക് ഡാഫും കൂടെ കൊണ്ടുവരാം. ഞാനൊരു സാമ്പിൾ ഡാഫ് എടുത്തിട്ട് എങ്ങനെ ഡാഫ് ഉണ്ടാവുക, അല്ലെങ്കിൽ പഴയ ഡാഫുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി സിവിൽ സർവീസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ എത്തുന്ന സമയത്ത് എത്ര പേർക്ക് അറിയാമായിരുന്നു പ്രിലിംസിന് സിലബസ് ഉണ്ട്, നോട്ടിഫിക്കേഷനിലുണ്ട്, മെയിൻസിന് നോട്ടിഫിക്കേഷൻ സിലബസ് ഉണ്ട്, പേപ്പർ 1 GS പേപ്പർ 2 GS പേപ്പർ 3. ഇൻ്റർവ്യൂവിന് സിലബസ് ഉള്ള കാര്യം എത്ര പേർക്ക് അറിയാം? UPSCയുടെ നോട്ടിഫിക്കേഷൻ എൻ്റെ കയ്യിൽ എൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ട്. UPSCയുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ സിലബസ് ഉണ്ട്. 2 പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ വായിക്കാം. ദേ ഹാവ് എ റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് കരിയർ. നമ്മുടെ അത് ഡാഫാണ്, നമ്മുടെ കരിയർ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. ദിസ് ഇസ് ടു അസസ് ദ പേഴ്സണൽ സൂട്ടബിലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ എ പബ്ലിക് സർവീസ്. സോ അൾട്ടിമേറ്റ്ലി ദേ ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വെദർ ആർ വി ഫിറ്റ് ഫോർ പബ്ലിക് സർവീസ്. നമ്മൾ ഫിറ്റ് ആണോ? അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. പബ്ലിക് സർവീസിൽ നമ്മൾ ഫിറ്റ് ആണോ? സോ നമ്മുടെ അടുത്ത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇന്റലക്ച്വൽ ക്വാളിറ്റീസ് ബട്ട് ഓൾസോ സോഷ്യൽ ട്രീറ്റ്സ്, ഇൻട്രസ്റ്റ് ഇൻ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്, അതും സിലബസിനകത്തുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയുന്ന കാര്യങ്ങളുണ്ട്. മെന്റൽ അലേർട്ട്നെസ്. സി ഹൗ ആർ യു ഗോയിങ് ടു ടാക്കിൾ ഇറ്റ്? അതാണ് ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞത്. മെന്റൽ അലേർട്ട്നെസ് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ പവർ ഓഫ് അസിമിലേഷൻ, ക്ലിയർ ആൻഡ് ലോജിക്കൽ എക്സ്പോസിഷൻ, ബാലൻസ് ഓഫ് ജഡ്ജ്മെന്റ്, നമ്മുടെ ജഡ്ജ്മെന്റ് എങ്ങനെയാണ്, ആൻഡ് യുവർ സോഷ്യൽ കൊഹഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഇന്റഗ്രിറ്റി. ഇതും സിലബസിനകത്ത് പറയുന്ന വാചകമാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് ഇസ് നോട്ട് എ ക്രോസ് എക്സാമിനേഷൻ. ദ ഇന്റർവ്യൂ ഇസ് നോട്ട് ഗോയിങ് ടു ബി എ സ്ട്രിക്ട് ക്രോസ് എക്സാമിനേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദി ഇന്റർവ്യൂവേഴ്സ്. നോ, ഇത് ഇറ്റ്സ് എ ഡിറക്റ്റഡ് പർപ്പോസീവ് കോൺവെർസേഷൻ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ടു റിവീൽ ദ മെന്റൽ ക്വാളിറ്റീസ് ഓഫ് ദ കാൻഡിഡേറ്റ്. സോ ഇതൊരു ഡയറക്റ്റഡ് പർപ്പോസീവ് കോൺവെർസേഷൻ ആയിരിക്കും നമ്മളും അവരും തമ്മിൽ. ആൻഡ് പിന്നെ അടുത്തത് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ് സബ്ജക്റ്റിന്റെ കാര്യമല്ല, അത് ഓൾറെഡി റിട്ടൺ പേപ്പറിൽ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ആർ സപ്പോസ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ബോത്ത് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് യുവർ സ്റ്റേറ്റ് ഓർ കൺട്രി, ആസ് വെൽ ആസ് ഇൻ മോഡേൺ കറന്റ് ഇവൻറ്റ്സ്, ന്യൂ ഡിസ്കവറീസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ. വേണമെങ്കിൽ ChatGPT പോലത്തെ ജനറേറ്റീവ് AI എന്താണ്, വാട്ട് ഈസ് ഇമ്പാക്ട് ഓഫ് ദാറ്റ്. ആൻഡ് അതിനുശേഷം ഡിസ്കവറീസ് വിച്ച് റൗസ് ദ ക്യൂരിയോസിറ്റി ഓഫ് എ വെൽ എഡ്യൂക്കേറ്റഡ് യൂത്ത്. കണ്ടോ, ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള യൂത്തിൻ്റെ ക്യൂരിയോസിറ്റി കംപ്ലീറ്റ്ലി ട്രിഗർ ചെയ്യാൻ മാത്രമുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ ആലോചിച്ച് നോക്കും. അപ്പോൾ ഓൾറെഡി ഇൻ്റർവ്യൂവിന് സിലബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി വരുന്ന സീരീസുകളിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡാഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. നമ്മൾ ഈച്ച് ആൻഡ് എവ്രി വേർഡ് എഴുതുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് ഡാഫിൽ നമ്മൾ സിംഗിങ് എന്ന് വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ്, എൻ്റെ ഹോബി സിംഗിങ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഈവൻ ആസ്ക് യു ടു സിംഗ് എ സോങ്. എത്രയോ പ്രാവശ്യം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദേ ക്യാൻ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലാസിക്കൽ മ്യൂസിക്കും കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും തമ്മിലുള്ള വ്യത്യാസം? AR റഹ്മാന്റെ പഴയ പാട്ടുകളും ഇപ്പോഴത്തെ പുതിയ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേ ക്യാൻ ആസ്ക് എനിത്തിങ്. അപ്പം നമ്മൾ എന്ത് എഴുതാലും അതിനെക്കുറിച്ച് നല്ല ബോധവാനായിരിക്കണം. സോ റിമെമ്പർ, ഒന്ന് നമ്മൾ ബോഡി ലാംഗ്വേജ്, 2 കോർ സ്കിൽസ്, 3 നമ്മുടെ കോർ സ്കിൽസ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ കണ്ടന്റിൽ നമ്മുടെ സബ്ജക്ട്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ഡാഫ്, പിന്നെ ഡാഫ് മാപ്പിംഗ്, നമ്മുടെ ഫുൾ സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത എപ്പിസോഡിൽ ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.